യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:8. എഹെസ്കേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഏതെല്ലാം വിധത്തിൽ ആത്മാവ് എഹെസ്കേൽ വ്യാപരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. 1. ആത്മാവ് വന്നപ്പോൾ എഹെസ്കേൽ നിവർന്നു നിന്നു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എഹെസ്കേൽ 2:2. നമ്മെ പിശാച് കുനിയിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ നിവർന്നു നിൽക്കുമാറാക്കും. നാം ലജ്ജിച്ച് തല താഴ്ത്താൻ ദൈവാത്മാവ് അനുവദിക്കുകയില്ല. ദൈവാത്മാവ് യെഹെസ്കേലിനെ എടുത്തു എന്ന് 2-ാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. യെഹെസ്കേൽ 3:12. നമ്മുടെ പലതരം വിഷയങ്ങളിൽ കൈത്താങ്ങില്ലാതെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ കരങ്ങളിൽ വഹിക്കുവാൻ ഇടയായിത്തീരും. 3. എടുത്തുകൊണ്ട് പോകുന്ന ആത്മാവ്. ആത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോയി. ഞാൻ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. എഹെസ്കേൽ 3:14. ഭാരത്തോടെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ തോളിലേറ്റി എടുത്തുകൊണ്ട് പോകുന്ന ചില അനുഭവം നമുക്ക് ഉണ്ടാകാറുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല. 55-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത് വചനം. കഷ്ടതകളുടെ നാളുകളിൽ നിന്നോടൊപ്പം ഇരിക്കുന്നവൻ മാത്രമല്ല, നിന്നെ തോളിലേറ്റി എടുത്തുകൊണ്ട് പോകുന്നവനാണ് നമ്മുടെ ദൈവം. നിന്നെ ഏത് വഴിയിൽ കൂടി നടത്തണമെന്ന് നമ്മുടെ കർത്താവിന് നന്നായി അറിയാം. 4. ആത്മാവ് എഹെസ്കേലിനെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി. പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഞാൻ 25 പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂറിന്റെ മകൻ യേസന്യാവേയും ബെനായാവിന്റെ മകൻ പെലത്യാവേയും കണ്ടു. എഹെസ്കേൽ 11:1. ആലയത്തിൽ നടക്കുന്ന അശുദ്ധിയെ ആത്മാവ് കാണിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തിന്റെ അശുദ്ധിയെ ആത്മാവ് ചൂണ്ടിക്കാണിക്കും. അവയെ തിരുത്തണം. ദൈവാലയത്തിൽ അശുദ്ധി കണ്ടാൽ യേശുവിനെ പോലെ നമ്മൾ പ്രതികരിക്കണം. 5. എഹെസ്കേലിൽ ആത്മാവ് വീഴുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണു. എന്നോട് കൽപ്പിച്ചത്, നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. എഹെസ്കേൽ 11:5. ദൈവത്തിന്റെ അത്യന്ത ശക്തി എഹെസ്കേൽ വന്നു നിറഞ്ഞപ്പോൾ ഇസ്രായേലിന് വരുന്ന ശിക്ഷയെക്കുറിച്ച് പ്രവാചകന് വെളിപ്പാട് ലഭിക്കുന്നു. ഈ അത്യന്ത ശക്തിയാൽ പുതുക്കം പ്രാപിച്ച് വളരുവാൻ നാമും ശ്രമിക്കണം. 6. എല്ലാവരിലും പുതിയ ആത്മാവ് നൽകപ്പെടുന്ന അനുഭവം. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ചു ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. എഹെസ്കേൽ 11:19. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് പുതിയ ആത്മാവ്. 7. ആത്മാവ് എഹെസ്കേലിനെ പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. എന്നാൽ ആത്മാവ് എന്നെ എടുത്തു. ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. എഹെസ്കേൽ 11:24. ആത്മാവ് എഹെസ്കേലിനെ പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുപോയി അവരോട് പ്രവചിക്കുവാൻ പറഞ്ഞു. ദൈവാത്മാവ് നമ്മിൽ വന്നാൽ നാം മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവരാകും. യേശു ഇന്നും നമ്മോട് ചോദിക്കുന്നു, ആർ എനിക്ക് വേണ്ടി പോകുമെന്ന്? എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവാത്മാവ് പ്രേരണ നൽകുമ്പോൾ ബന്ധനസ്ഥരായവരെ വിടുവിക്കുവാൻ നാം ഉത്സാഹിക്കണം. 8. ജീവിപ്പിക്കുന്ന ആത്മാവ്. എഹെസ്കേലിനെ ദൈവാത്മാവ് അസ്ഥിയുടെ താഴ്വരയിൽ കൂടി നടത്തി അസ്ഥികൾ ജീവിക്കുവാനായി അവയോട് പ്രവചിക്കുവാൻ പറഞ്ഞു. എഹെസ്കേൽ പ്രവചിച്ചു. ദൈവം അവരിൽ ശ്വാസം വരുത്തി. അസ്ഥികളോട് ചേർന്നു. അസ്ഥികൾ ഞരമ്പ് വച്ചു.
മാംസം കൊണ്ട് നിറഞ്ഞു. ആത്മാവിന്റെ കാറ്റ് വീശിയപ്പോൾ അവരിൽ ജീവശ്വാസം ഉണ്ടായി. ആത്മാവ് ഒരുവനിൽ വന്നു നിറഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. 9. മുഖം മറയ്ക്കാത്ത ആത്മാവ്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യെഹെസ്കേൽ 39:29. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് കർത്താവ് ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും തൻ്റെ മുഖം മറച്ചു കളയാതെ കൃപ കാണിക്കുന്നു. 10. തേജസ് പകരുന്ന ആത്മാവ്. ആത്മാവ് എന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരിക്കുന്നു. യെഹെസ്കേൽ 43:5. അശുദ്ധി നിറഞ്ഞ ആലയങ്ങൾ ആത്മാവിനാൽ ശുദ്ധമാക്കുന്നു. ദൈവ തേജസ് ദൈവമന്ദിരമാകുന്ന നമ്മിൽ വ്യാപരിക്കുന്നു. അത് നമ്മെ നിത്യ തേജസ്സിലേക്ക് നയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുദിനം പുതുക്കം പ്രാപിച്ച് ആ കൃപാസനത്തിൽ നമുക്കും അണയുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com